കുടിച്ചു കുടിച്ച് ഇനിയൊന്നും ചെയ്യാനില്ലെന്ന് വന്നപ്പോഴാ ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്തത്. അത് നിങ്ങളെല്ലാവരും കൂടി ഒരു കാരണമാക്കി എൻ്റെ അനിയത്തിയുടെ തലയിൽ കെട്ടിവെച്ചെന്നേ ഉള്ളൂ. അങ്ങനെ ആലോചിച്ചുറപ്പിച്ച് വെച്ച് പലതിൽ നിന്നും ഒഴിവാവാൻ അതൊരു സൗകര്യമായി. വേണ്ട, എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിക്കാതിരിക്കുന്ന തന്നെയാണ് നിങ്ങൾക്ക് നല്ലത്. എന്നിട്ട് കണ്ടപ്പോൾ ഞാൻ സുഖമാണെന്ന് അന്വേഷിച്ചില്ല പോലും. മാമനിപ്പോൾ എന്തിനാ വന്നത്? അത് പറ. അടുത്ത ആഴ്ച നിന്റെ അമ്മയുടെ ശ്രാദ്ധ. വരുന്ന ബുധനാഴ്ച ലളിത പോയിട്ട് 12 വർഷം തികയുന്നു. അറിയാം. അത് ഓർമ്മിപ്പിക്കാനായി ഇങ്ങോട്ട് വരേണ്ടിയിരുന്നില്ല. ഓർമ്മിപ്പിക്കാൻ മാത്രമല്ല, ക്ഷണിക്കാനും കൂടിയാ. ക്ഷണിക്കാനോ? എന്തിന്? കൂടപ്പിറപ്പിന് വേണ്ടി അന്ന് തറവാട്ടിൽ ബലിയിടുന്നുണ്ട് ഞാൻ. ആ ചടങ്ങിന് നിന്നെയും ആകാശിനെയും അല്ല, നിന്റെ അനിയത്തിയും ക്ഷണിക്കാൻ കൂടിയാ. വേണ്ട, വിളിച്ചതിന് നന്ദിയുണ്ട്. പക്ഷേ ഇവിടുന്ന് ആരും വരില്ല. എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ചടങ്ങുകൾ ചെയ്യാൻ എനിക്കും എൻ്റെ അനിയത്തിക്കും അറിയാം. ഇതുവരെ നിങ്ങളാരും ഓർമ്മിപ്പിച്ചിട്ടല്ലല്ലോ ഞങ്ങളത് ചെയ്തുകൊണ്ടിരുന്നേ. പിന്നെന്താ ഇത്രയും നാൾ ഇല്ലാത്തൊരു പുതുമ? മനസ്സിലായി. കൊന്നതിൻ്റെ പാപം എല്ലാവരും കൂടെ തിന്നാ തീരുവെങ്കിൽ അങ്ങ് തീരട്ടെ എന്ന് അല്ലേ? മോനെ, നിങ്ങൾ കുറച്ചു മുമ്പ് പറഞ്ഞല്ലോ എൻ്റെ അനിയത്തി കാരണമാ അമ്മ ചങ്കുകൂട്ടി ചത്തതെന്ന്. എല്ലാവരും കൂടി ചുറ്റിൽ നിന്ന് തീ കോരിയിട്ടതല്ലേ ആ നെഞ്ചിലേക്ക്? കുടുംബം മുടിക്കാൻ എന്തിനിങ്ങനെയൊരു സന്തതിയെ പെറ്റുവെന്ന് ഒരു ദിവസമെങ്കിലും ശേഖരമാമൻ എൻ്റെ അമ്മയുടെ മുഖത്ത് നോക്കി ചോദിക്കാതിരുന്നിട്ടുണ്ടോ? അതെ, നന്ദൻ തന്നെയാ. എല്ലാം അറിയാവുന്ന നന്ദൻ. ഒടുവിൽ പ്രാക്കും പരാതിയും കേട്ട് കേട്ട് ആ പാവം നെഞ്ചുപൊട്ടി മരിച്ചപ്പോ അതും ഒരു സൗകര്യമാക്കി നിങ്ങൾ. തന്തയുടെയും തള്ളയുടെയും കാലനായി പിറന്നവനുള്ള വീട്ടിലേക്ക് മോളെ അയക്കില്ലെന്ന്. പക്ഷേ എനിക്കെന്റെ കൂടപ്പിറപ്പിനെ കളയാൻ പറ്റില്ലല്ലോ. കളയാനും മറക്കാനും പറ്റുന്നത് എൻ്റെ ജീവിതമായിരുന്നു, സ്വപ്നങ്ങളായിരുന്നു. ഞാനത് ചെയ്തു. എന്നിട്ട് ആരെയും കുറ്റപ്പെടുത്താൻ നിൽക്കാതെ ആ നാട് ഒഴിഞ്ഞു തന്നില്ലേ? ആരെയും ശല്യപ്പെടുത്താൻ ഞങ്ങൾ വരുന്നില്ലല്ലോ. പിന്നെന്തിനാ ഇങ്ങോട്ട്? നന്ദാ, നീ പറയുന്നതൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. ഒക്കെ ശരിയാ, പറ്റിപ്പോയി. നിന്നോടും നിന്റെ കൂടപ്പിറപ്പിനോടും ചെയ്തതിന്റെ ശിക്ഷ ഞങ്ങൾക്ക് ഈശ്വരനായിട്ട് തന്നു. ഒറ്റ മോളല്ലേ ഉള്ളൂ എന്ന് കരുതി കൊമ്പത്തെ കുടുംബം നോക്കി കെട്ടിച്ചതാ. അത് ഉതകാതെയും പോയി. മരുമോൻ വലിയ സർക്കാർ ഓഫീസറാണെന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ലടോ. സ്നേഹവും മനുഷ്യത്വം ഒന്നും ഇല്ലാത്ത ഒരുത്തനെ എത്രാന്ന് കരുതിയാ സഹിക്കുക? ആ പരമദുഷ്ടൻ കഴുത്തിലിട്ട കുരുക്കഴിച്ച് അവനെ ഏൽപ്പിച്ചിട്ട് അവളിങ്ങ് പോന്നു. നിള ഇപ്പോ വീട്ടിലുണ്ട്. തന്നോട് ചെയ്തതിനൊക്കെ അങ്ങനെ പലിശയും കൂട്ടുപലിശയും ഒക്കെ ആയിട്ട് തരുന്നുണ്ട് ദൈവം. ആയിക്കോട്ടെ, പരാതിയില്ല. താങ്ക് ഗോഡ്. അപ്പു, നമ്മൾ അങ്ങനെ ഒരു വലിയ കടമ്പ കടന്നു കഴിഞ്ഞു. അപ്പുവിന്റെ ഫിസിക്കൽ കണ്ടീഷൻ ഓൾമോസ്റ്റ് ഒരു 90% റീറ്റെയിൻ ചെയ്തിരിക്കുന്നു എന്ന് തന്നെ പറയാം.
ഹോർമോണൽ സിസ്റ്റം റെഗുലർ ഫംഗ്ഷനിലേക്ക് തിരിച്ചു വന്നിരിക്കുക. ഈയൊരു ചേഞ്ച് ഇങ്ങനെ നല്ല രീതിയിൽ തന്നെ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ വിതിൻ 2 വീക്സിനകം താൻ സർജറിക്ക് റെഡിയായിക്കൊള്ളൂ. താങ്ക് യു ഡോക്ടർ. ആ, ഇടയ്ക്ക് അപ്പുവിന്റെ അമ്മ ഒന്ന് കണ്ടിരുന്നു. ഫാമിലിയിലെ പ്രശ്നങ്ങൾ കുറച്ചൊക്കെ എന്നോട് ഷെയർ ചെയ്തു. ഇത്രയും ക്രൈസിസിനിടയിലും പ്രോപ്പറായി മെഡിസിൻ എടുത്ത് താൻ ഫിസിക്കലി ആൻഡ് മെന്റലി സർജറിക്ക് തയ്യാറായല്ലോ. ആ ഒരു വിൽ പവർ സമ്മതിച്ചു തന്നിരിക്കുന്നു. റിയലി ഗ്രേറ്റ്. ഡോക്ടർ, ഒരു സംശയം ചോദിച്ചോട്ടെ? ഓ ഷുവർ. ഈ സർജറി ആയിട്ട് ബന്ധപ്പെട്ട് എത്ര നാൾ ഹോസ്പിറ്റലിൽ കണ്ടിന്യൂ ചെയ്യേണ്ടി വരും? ഇറ്റ്സ് ഡിപ്പെൻസ് അപ്പു. നോർമൽ കേസിൽ ഒരു 15 to 20 ഡേയ്സ്. ടു ബി ഫ്രാങ്ക്, അപ്പുവിന്റെ ഒരു ക്രോണിക് കേസ് ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ സമയം മെഡിക്കേഷൻ വേണ്ടി വന്നേക്കാം. അല്ല, അപ്പു എന്താ അങ്ങനെ ചോദിച്ചത്? സർജറിക്ക് തടസ്സമായിട്ട് വേറെന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? ഏയ്, നത്തിങ് ഡോക്ടർ. അങ്ങനെയുള്ള ഇഷ്യൂസ് ഒന്നുമില്ല. ഞാനൊരു ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. വീട്ടിലെ സിറ്റുവേഷൻ കൂടി ഒന്ന് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടേ. യെസ്, ഐ നോ. ആ, അച്ഛൻ ഇപ്പൊ എങ്ങനെയുണ്ട്? എന്താ, എന്തു പറ്റി? അച്ഛനിപ്പോ വീട്ടിലില്ല ഡോക്ടർ. ഒരു മെന്റൽ ഹെൽത്ത് കെയർ യൂണിറ്റില. അങ്ങനെ വേണം ട്രീറ്റ്മെന്റ് നടത്താനെന്ന് കോടതി ഉത്തരവുണ്ട്. ഓ ഗോഡ്, സോറി അപ്പു. അത്രയ്ക്കൊന്നും ഡീറ്റെയിൽസ് എനിക്ക് അറിയില്ലായിരുന്നു. ഇറ്റ്സ് ഓക്കെ. ഈ അടുത്ത് അങ്ങനെയൊക്കെ സംഭവിച്ചേ. അമ്മയാ ഇപ്പൊ ഫുൾ ടൈം അച്ഛൻ്റെ ഒപ്പം. ഇങ്ങനെ പോയാലും കുറഞ്ഞത് 1 മാസത്തേക്ക് അമ്മയ്ക്ക് അവിടെ നിന്ന് ഫ്രീ ആവാൻ പറ്റില്ല. അതുകൊണ്ടാ ഞാൻ എത്ര നാൾ ഹോസ്പിറ്റലിൽ കഴിയേണ്ടി വരുമെന്ന് ചോദിച്ചത്. അങ്ങനെ എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ 1-2 മാസത്തേക്ക് സർജറി പോസ്റ്റ്പോൺ ചെയ്യാം. അതിന്റെ ആവശ്യമില്ല ഡോക്ടർ. അപ്പുവിന്റെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. അപ്പുവിന്റെ ഫ്രണ്ട് ആള് കൊള്ളാലോ. നിങ്ങൾ തമ്മിൽ എങ്ങനെയാ പരിചയപ്പെട്ട? ബിപിയുടെ കേസ് നോക്കുന്ന അഡ്വക്കേറ്റ് നന്ദകുമാർ സാറിന്റെ സിസ്റ്ററാ ആതിര. സാർ വഴിയുള്ള പരിചയ. ആതിരയുടെ സർജറി കഴിഞ്ഞതാണോ? അതെ ഡോക്ടർ, ഇപ്പൊ 2 വർഷമായി. ഗുഡ്. അപ്പുവിന്റെ ബെസ്റ്റ് ഫ്രണ്ടാണോ ആതിര? അതോ ഇപ്പോഴത്തെ ട്രെൻഡി പറയുന്ന പോലെ ബെസ്റ്റിയാണോ? ഞങ്ങളിപ്പോ നല്ല സുഹൃത്തുക്കളാ ഡോക്ടർ. എന്ന് വെച്ചാ ഭാവിയിൽ ആ സൗഹൃദം വേണമെങ്കിൽ ഒന്നുകൂടി ശക്തിപ്പെടാന്ന് അല്ലേ? അങ്ങനൊരു ഹെൽത്ത് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ തെറ്റില്ല എന്നാണ് എന്റെ അഭിപ്രായം. പണ്ടൊക്കെ അതിന് സമൂഹത്തിന്റെ ഒരു അക്സെപ്റ്റൻസ് കിട്ടാൻ പ്രയാസമായിരുന്നു. പക്ഷേ ഇപ്പൊ അങ്ങനെയല്ല അവസ്ഥ. സ്വന്തം കമ്മ്യൂണിറ്റിയിൽ നിന്ന് തനിക്ക് ബെസ്റ്റ് പെയർ എന്ന് തോന്നുന്ന ഒരാളെ പാർട്ട്ണറാക്കുന്നതിന് ഇപ്പോ ലീഗലി അക്സെപ്റ്റഡ് ആണെന്നാണ് എന്റെ അറിവ്. എനിവേ, പല വീട്ടുകാരും ഇപ്പൊ അങ്ങനെയുള്ള റിലേഷനൊക്കെ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി. ആ, അത് ഒരു നല്ല മാറ്റമായിട്ടാ എനിക്ക് തോന്നുന്നത്. മനസ്സ് വെച്ചാ നിങ്ങൾക്കും ആ ഒരു മാറ്റത്തിന്റെ ഭാഗമാകാൻ കഴിയാവുന്നതേ ഉള്ളൂ. എന്താപ്പോ, അങ്ങനെ വല്ല തീരുമാനം ഉണ്ടോ? ഉണ്ടെങ്കിൽ മൈ കൺഗ്രാറ്റ്സ് ഇൻ അഡ്വാൻസ്. ഞങ്ങൾ അറിയിക്കാം ഡോക്ടർ. ഓ ആയിക്കോട്ടെ. ദെൻ അപ്പോ ഒരാഴ്ച കൂടി അതേ മെഡിസിൻസ് തന്നെ കണ്ടിന്യൂ ചെയ്യണം. എന്നിട്ട് നമുക്ക് നോക്കാം. ഓക്കെ? ശരി ഡോക്ടർ. ശരി ഡോക്ടർ. സർജറി ഉടനെ ഉണ്ടാവുന്ന ഡോക്ടർ പറഞ്ഞപ്പോ മുതല് ആൾ ഇവിടെയൊന്നും അല്ലല്ലോ. ഇടയ്ക്കിടയ്ക്ക് റോഡിലൂടെ ഒന്ന് ശ്രദ്ധിച്ചാ കൊള്ളാം. താൻ പറഞ്ഞത് ശരി ആതിര. ഞാൻ ഭയങ്കര എക്സൈറ്റഡാ. അത് സർജറി അടുത്തതുകൊണ്ട് മാത്രമല്ല, പിന്നെ അല്ലാതെയും ഡോക്ടർ ചില കാര്യങ്ങൾ പറഞ്ഞല്ലോ, അത് ഓർത്തിട്ട്. അതേത് കാര്യം? അത് താൻ മറന്നതാണോ അതോ മനഃപൂർവ്വം മറന്നതായി നടിക്കുകയാണോ? എന്താ ഓർമ്മ വന്നോ? സ്വന്തം കമ്മ്യൂണിറ്റിന്ന് പാർട്ട്ണറെ കണ്ടെത്തുന്ന കാര്യമല്ലേ, അതിലെന്താ എത്ര പുതുമ? അതില് പുതുമയൊന്നും ഇല്ലായിരിക്കും. പക്ഷേ അതിനുള്ള ലീഗൽ വാലിഡിറ്റിയും സോഷ്യൽ വാലിഡിറ്റിയും ഒക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പുതുമയുള്ള കാര്യം തന്നെയാണ്. മറ്റേതൊരു വിവാഹവും പോലെ വീട്ടുകാരുടെയും സൊസൈറ്റിയുടെയും ഒക്കെ പാർട്ടിസിപ്പേഷനോടെ വിവാഹിതരാവണം എന്നായിരിക്കില്ലേ നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്.
ആ ആഗ്രഹത്തിന് ഒരു സോഷ്യൽ അക്സെപ്റ്റൻസ് കിട്ടുക എന്നുള്ളത് നിസ്സാര കാര്യമല്ല. അപ്പുവിന് അങ്ങനെ സ്വന്തം കമ്മ്യൂണിറ്റിന്ന് ആരെങ്കിലും അങ്ങനെ പ്രപ്പോസലായിട്ട് വന്ന ഗീത ആന്റിയും വിപി എങ്കിലും സമ്മതിക്കോ? VP അങ്കിളുടെ കാര്യം എനിക്കറിയില്ല, പക്ഷേ ഗീത ആന്റി സമ്മതിക്കും. തന്റെ കാര്യവും വക്കീൽ സാർ സമ്മതിക്കോ? ഗീത ആന്റി സമ്മതിക്കുവാണെങ്കിൽ വക്കീൽ സാറ് സമ്മതിക്കും. എന്താ അളിയ ദേ അപ്പു മറ്റവളും. അളിയ നീ പറഞ്ഞ പോലെ കിടലൻ കക്ഷിയാണല്ലോ. ഇത് ഒറിജിനൽ പെണ്ണിനാടാ. അത് നിനക്ക് തോന്നുന്നതാ. സംശയം ഉണ്ടെങ്കിൽ നീ അടുത്ത് പോയി നോക്ക്. എന്നാ അളിയ അവിടെ നിൽക്ക്, ഞാൻ പോയി ഒന്ന് മുട്ടിയിട്ട് വരാം. എടാ ഓവറാക്കി ചളാക്കോ നീ. ഇല്ലെന്നേ, നീ വെയിറ്റ് ചെയ്യ്. ചേട്ടന്റെ ഇഷ്ടത്തിനെതിരേക്കില്ല. ആണോ? അതെനിക്ക് നന്നായിട്ട് അറിയാം. ഹലോ അപ്പൂസേ, എടോ തനിക്കെന്നെ ഓർമ്മയുണ്ടോ? സാംകുട്ടിയെ പോലുള്ളവരെ അത്ര പെട്ടെന്നങ്ങ് മറക്കാൻ പറ്റുമോ? അതുപോലുള്ള ഉപകാരങ്ങൾ ചെയ്ത കക്ഷിയല്ലേ. അല്ല ഇതാരാ, തന്റെ കൂട്ടുകാരിയാ? എന്താ സാംകുട്ടിയെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലേ? ചുമ്മാ ജാട ഇടാതെ എന്നെ കൂടെ ഒന്ന് പരിചയപ്പെടുത്തണോ? ഇത് സാംകുട്ടി. അന്ന് നമ്മൾ കണ്ടില്ലേ, ഒരു അരുൺ ഭാസ്കർ, അവന്റെ കമ്പനിയാ. താൻ സൂപ്പർ ആട്ടോ. മോളുടെ പേരെന്താ? ആതിര. ആഹാ, സ്വീറ്റ് നെയിം. ശരിക്കും തിരുവാതിര തന്നെ. അപ്പൂസേ കൊച്ചി കള്ള, സെലക്ഷൻ സൂപ്പർ ആട്ടോ. ആ മാളവിയേക്കാളും പൊളിയാ ഇവള്. എവിടെ നിന്ന് ഒപ്പിച്ചോളെ? സാംകുട്ടി നല്ല ഫോമിലാണല്ലോ. ഓ, 2 ബിയർ കഴിച്ചെന്ന് വെച്ച് എന്നെ ആവാനാ? വരുന്നോ? വേണമെങ്കിൽ നമുക്കൊന്ന് കൂടിയിട്ട് പോവാം. വേണ്ട, തൽക്കാലം ഇയാൾ ചെല്ല്. വാ. ഇല്ല മോളെ, അങ്ങനെ അങ്ങ് പോയാലെങ്ങനെ? നമുക്കൊന്ന് ഡീറ്റെയിൽ ആയി പരിചയപ്പെട്ടിട്ട് പോവാന്നേ. സാംകുട്ടി വെറുതെ ഷോ കാണിക്കാൻ നിൽക്കല്ലേ. കാണാൻ നല്ല ഷോ ആയതുകൊണ്ട് നമ്മളൊന്ന് കയറി കണ്ടോട്ടെ കൂട്ടാ. നീ ചുമ്മാ ഹീറോ കളിക്കാൻ നിൽക്കല്ലേ. അല്ല ഇത് ഓർജില്ല മോളെ. നിന്നോട് ഞാൻ പറഞ്ഞതല്ല അലമ്പ് കാണിക്കരുതെന്നാ. കാണിച്ച നീ എന്തോന്ന് ചെയ്യോടി? നിനക്ക് അറിയണോ അല്ലേ? വേണ്ടെന്ന് വെക്കുമ്പോ ഊഫ്, അവൻ ചളവാക്കി. മാറി കളിയാണ്. മാറി. എന്താ അത് കഴിക്കാൻ നീ ആടാ. നിനക്ക് ഞാൻ ആരാണെന്ന് അറിയണം അല്ലടാ? പറഞ്ഞു തരടാ. എന്നിട്ട് പറയും. ആരാ അപ്പോ അവര്? തനിക്കറിയാവുന്നവരാണോ? എന്റെ കോളേജിലുണ്ടായിരുന്നതാ. രണ്ടുപേർക്കൊന്നും പറ്റിയില്ലല്ലോ അല്ലേ? അപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല. രണ്ടുപേരും വാ വാ. കൂടെ പഠിച്ചവന്മാരായിട്ടാണോ ഈ നെറികാട് അവന്മാർ തന്നോട് കാണിച്ചത്? എങ്കിൽ അവന്മാരെ അങ്ങനെ വെറുതെ വിട്ടുകൂടപ്പോ. 1 മണിക്കൂറിനകം അവനെ പോലീസ് തൂക്കിയെടുത്ത് അകത്തിടുന്നത് ഞാൻ കാണിച്ചുതരാം. പിന്നെ അവൻ നല്ല പ്രായം മുഴുവൻ ആകാശം കാണാതെ അകത്ത് കിടക്കും. അപ്പോ അവൻ്റെ പേര് താൻ കറക്റ്റായിട്ടൊന്ന് മെസ്സേജ് ചെയ്തേ, ആ ഫോൺ നമ്പറും. എന്നിട്ട് രണ്ടുപേരും വന്ന് കാറി കയറി നമുക്ക് നേരെ സ്റ്റേഷനിലേക്ക് പോവാം. ഞാനേ ആ മൂർത്തി സാറിനൊന്ന് വിളിക്കട്ടെ. ശേ, നിങ്ങൾക്ക് അവൻ്റെ പ്രകടനം ഒന്ന് ഷൂട്ട് ചെയ്ത് വെക്കാൻ പാടില്ലായിരുന്നു. ആ വിഷ്വൽ കൂടി ഉണ്ടായിരുന്നെങ്കിലേ പിന്നെ ഏത് പൊന്നു തമ്പുരാൻ വിചാരിച്ചാലും ഇവനൊന്നും ബെയിൽ കിട്ടില്ല. അല്ലെങ്കിൽ അത് ഇപ്പോഴും കിട്ടില്ല. ശേ, ഈ മൂർത്തി സാറിന് വിളിച്ചിട്ടും കിട്ടുന്നില്ലല്ലോ. ഏതായാലും നിങ്ങൾ വാ, നമുക്കേ സ്റ്റേഷനിലേക്ക് പോവാം. വാ. ചേട്ടാ, നമുക്ക് കംപ്ലൈന്റ് ഒന്നും കൊടുക്കണ്ട. എന്താ നീ പറഞ്ഞ? കംപ്ലൈന്റ് കൊടുക്കണ്ടെന്നോ? അതെന്താ അങ്ങനെ? എന്താ അപ്പോ ഒന്നും പറയാത്തെ? എന്തെങ്കിലും അറിയാമെങ്കിൽ അതൊന്ന് തുറന്നു പറ അപ്പോ. സർ,
ഇങ്ങനെ പരിഭ്രമിക്കാനും വേണ്ടി ഒന്നും സംഭവിച്ചിട്ടില്ല. സാംകുട്ടി അല്പം മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ബലത്തിലാ അവൻ ഇന്ന് ഈ പ്രകടനം ഇവിടെ കാഴ്ചവെച്ചത്. അല്ലെങ്കിൽ സാംകുട്ടി ആളൊരു പേടിത്തൊണ്ടനാ. അവൻ പേടിത്തൊണ്ടനോ ധൈര്യശാലിയോ അതൊന്നും നമ്മുടെ കൺസേൺ അല്ല അപ്പു. മദ്യത്തിന്റെ ധൈര്യത്തിൽ അവൻ ഈ കാണിച്ച തോന്നിവാസം ഇനി ആവർത്തിക്കില്ലെന്ന് എന്താ ഉറപ്പ്? അതുമാത്രമല്ല, ഇന്ന് അവൻ ഒറ്റയ്ക്ക് വരാൻ കാണിച്ച ധൈര്യം നാളെ അവൻ സംഘം ചേർന്ന് കാണിച്ചുവിടുന്നുണ്ടോ? അപ്പൊ ഇതായിരിക്കില്ല സംഭവിക്കാൻ പോകുന്നത്. സർ, സാറിന്റെ അനിയത്തിയോട് സാറിനുള്ള കെയറും കൺസിഡറേഷൻ എന്താന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ആതിരെ ഉപദ്രവിക്കാൻ ശ്രമിച്ചവർക്ക് നേരെ എന്ത് നിയമ നടപടി സ്വീകരിക്കാനും സാറിന് അധികാരമുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് പഴയ ചങ്ങാതിമാർ തമ്മിലുള്ള പ്രശ്നമാണ്. അത് കോടതി വഴിയല്ല ഒത്തുതീർപ്പാക്കേണ്ടത് എന്നാണ് എൻ്റെ ഒരു തോന്നൽ. ശ്ശേ, സർ, ഇഫ് യു ഡോണ്ട് മൈൻഡ്, എനിക്കൊരു അവസരം തരുമോ? പോലീസിന്റെ കോടതിയുടെ സഹായം ഇല്ലാതെ ഞാൻ ഈ പ്രശ്നം ഏറ്റവും നല്ല രീതിയിൽ തീർത്തു തരാം. ഇനിയും കോടതിയിലും സ്റ്റേഷനിലും ഇതിന്റെ പേരിൽ കയറി ഇറങ്ങാനുള്ള വിഷമം കൊണ്ടാ സർ. എനിക്കത് ശീലമായിരിക്കും, പക്ഷെ ആതിരയ്ക്ക് അങ്ങനെയല്ലല്ലോ. അതുകൊണ്ട് സാർ എനിക്കൊരു അവസരം തരണം പ്ലീസ്. അത് മതി ചേട്ടാ, അപ്പു പറയുന്ന പോലെ ചെയ്. ശരി, വാ വണ്ടി കയറ്. അപ്പുവിന്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ അമ്മ മാളു വിളിച്ചപ്പോ പറഞ്ഞിരുന്നോ? ആ, ഞാൻ ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചു. നീ എന്താ ചോദിച്ചത്? കൊള്ളാം, നല്ല പണിയാ അമ്മ കാണിച്ചത്. അതൊക്കെ മാളുവിനോട് ഇപ്പൊ പറയേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ അമ്മയ്ക്ക്? അല്ലേ, ഇത് നല്ല കൂത്തായിപ്പോയി. മുത്തശ്ശി ഡെയ്സി ആന്റിയുടെ കൂടെയാണോ എന്ന് ചോദിച്ചപ്പോ ഞാൻ അവിടുന്ന് പോകാനുണ്ടായ കാര്യം അവളോട് പറഞ്ഞു. എന്നോട് മാളു പ്രത്യേകം പറഞ്ഞതാ ടീച്ചറിന്റെ കൂടെ പോയി നിൽക്കാൻ. ഞാൻ അവിടെ ചെന്ന കാര്യം മാളുവും ഡോക്ടറും അറിഞ്ഞതല്ലേ. പിന്നെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ മുത്തശ്ശി എന്താ അവിടുന്ന് പോയെന്ന് ചോദിച്ചപ്പോ ഞാൻ നടന്ന കാര്യം പറഞ്ഞു. അതിനിപ്പോ എന്താ കുഴപ്പം? ഞാൻ അതേപ്പറ്റി അല്ലമ്മ ചോദിച്ചത്. VP-ഏട്ടനെ മെന്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത കാര്യം പറഞ്ഞോന്നാ. ഓ, അതോ. അപ്പുവിന്റെ കാര്യം പറഞ്ഞു വന്ന കൂട്ടത്തിൽ ഞാൻ ആ കാര്യവും സൂചിപ്പിച്ചു. അതുകൊണ്ട് എന്ത് കുഴപ്പമുണ്ടാകാനാ? കുഴപ്പമൊന്നും ഉണ്ടായെന്നല്ല, എന്നാലും അതൊന്നും ഇപ്പൊ കുട്ടികളെ അറിയിക്കണ്ടായിരുന്നു. പാവം, അതറിഞ്ഞപ്പോ അവക്കാകെ വിഷമമായി. അങ്ങേരുടെ കാര്യത്തിൽ സ്വന്തം സന്തതിക്കില്ലാത്ത വിഷമം അവക്കെന്തിനാ? അല്ലെങ്കിലും ഇപ്പൊ വിഷമിച്ചിട്ടെന്താ കാര്യം? നമ്മുടെ ആരുടെയും കുറ്റം കൊണ്ടല്ലല്ലോ പണിക്കർക്ക് ഈ ഗതി വന്നത്. പിന്നെ അവളെന്തിനാ വിഷമിക്കുന്നത്? അമ്മയ്ക്ക് അപ്പുവിനോട് ദേഷ്യമുണ്ടെന്ന് എനിക്കറിയാം. എന്നുവെച്ച് അവർക്കൊരാപത്ത് വരുമ്പോ സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കേണ്ട ഒരു മര്യാദ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണ്ടേ അമ്മേ? തൽക്കാലം അവിടെ നടന്നതൊന്നും കുട്ടികളെ അറിയിക്കേണ്ടെന്ന് ഡെയ്സി ടീച്ചർ എന്നോട് പ്രത്യേകം പറഞ്ഞതാ. അതുകൊണ്ടാ മാളു വിളിച്ചപ്പോ ഞാൻ ഈ കാര്യമൊന്നും പറയാതിരുന്നത്. മാളു അറിഞ്ഞ സ്ഥിതിക്ക് ജോബിനോട് എന്തായാലും പറയാതിരിക്കില്ലല്ലോ. ജോബിന് ഇതേപ്പറ്റി ടീച്ചറോട് എന്തെങ്കിലും ചോദിച്ചാ നമ്മൾ പറഞ്ഞതാന്ന് ടീച്ചർ അറിയില്ലേ? ചേടാ, ഇത് വല്ലതും ഞാൻ അറിഞ്ഞോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിന്റെ മനസ്സിൽ ഇരുന്നാ മതിയോ? ആ, സാരമില്ല. ഇനിയിപ്പോ അവിടെ നടക്കുന്നതൊന്നും കുട്ടികളെ വിളിച്ച് അറിയിക്കേണ്ടത് ഞാൻ അമ്മയെന്ന് ഓർമ്മിപ്പിച്ചൂന്നേ ഉള്ളൂ. ഞാൻ ഇനി ഒന്നും പറയാൻ പോകുന്നില്ലേ? അല്ലെങ്കിൽ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ മറ്റുള്ളവരോട് പറയാൻ കൊള്ളാവുന്നതാണോ? പെൺകോലം കെട്ടിയ ഒരുത്തൻ വല്ലയിടത്തുനിന്നും വന്ന് അവിടെ പൊറുതി തുടങ്ങിയ എന്തിനാ? എന്റെ അശ്വതി, ഇതൊന്നും ആർക്കും മനസ്സിലാകുന്നില്ലെന്നാ അവരുടെ വിചാരം. എല്ലാത്തിനും കൊട പിടിക്കാൻ ടീച്ചറിഞ്ഞ ഒരാൾ. പിള്ളേർക്കോ വിവരം ഇല്ലെന്ന് വെക്കാം, അതുപോലാണ് അവരുടെ കാര്യം. ഒന്നുമില്ലേലും പിള്ളേർക്ക് 4 അക്ഷരം പറഞ്ഞു കൊടുത്ത ഒരു വാദ്യാരല്ലേ അവര്. അതിന്റെ ഒരു പാകതയും പക്വതയൊക്കെ അവര് കാണിക്കണ്ടേ? ഓർത്തിട്ട് നാണക്കേട് കൊണ്ട് എന്റെ പുറം പൊളിയ. അമ്മ ഇത് എന്തൊക്കെയാ പറയുന്നേ? ഗീതേച്ചിയും VP-ഏട്ടനും അവിടെ ഉള്ളപ്പോഴേ ആ കുട്ടി അവിടെ ഉണ്ടായിരുന്നതാ. VP-ഏട്ടൻ ഇവിടെ മാളുവിനെ അന്വേഷിച്ചു വന്നതുപോലെ ആ കുട്ടിയോട് ഒരു വാത്സല്യം തോന്നിയതുകൊണ്ട് ആ വക്കീൽ അതിനെ അവിടെ നിർത്തിയതാ. ഇതൊക്കെ VP-ഏട്ടന്റെ ട്രീറ്റ്മെന്റിന്റെ ഒരു ഭാഗമായിരുന്നു.